ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊന്നാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള എക്സ്പോഷറും ഓപ്പർച്യൂണിറ്റീസും വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാമിയ മില്ലിയ ഇസ്ലാമിയെക്കുറിച്ചും അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ പറ്റുന്ന 1920 അലിഗഡിൽ സ്ഥാപിതമായി പിന്നീട് ഡൽഹിയിലേക്ക് മാറപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ബെസ്റ്റ് അലൂമിനീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ പ്രത്യേകത? ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ NIRF റാങ്കിങ് എടുത്തു നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ സാധാരണഗതിയിൽ തേർഡ് ഒക്കെ വരുന്നതാണ്. സാധാരണ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ അറൗണ്ട് 750 to 800 റാങ്കിങ്ങിലൊക്കെ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. NAC A++ ഗ്രേഡുള്ള പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ അക്കാഡമിക് വൈസും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ കോഴ്സുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അക്കാഡമിക്സിലേക്ക് പോകാം. അക്കാഡമിക്സിൽ ഏതൊക്കെയാണ് കോഴ്സുകൾ എന്ന് നോക്കുന്ന സമയത്ത് പ്രോഗ്രാംസ്, വ്യത്യസ്ത രൂപത്തിലുള്ള കോഴ്സുകൾ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന കോഴ്സുകൾ, ഡിഗ്രി ലെവൽ, അതായത് +2 കഴിഞ്ഞാൽ ഡിഗ്രിയിലേക്ക് പോകാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകളുണ്ട്. ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ PhD കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഡോക്ടറൽ പ്രോഗ്രാം എന്നുള്ള നിലക്ക് 58 പ്രോഗ്രാമുകൾ, അതായത് PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് PhDയിൽ 58 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PhD സൈക്കോളജി, അറബിക്, ആർക്കിടെക്ചർ, കൊമേഴ്സ്, ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ പോയിട്ട് 58 കോഴ്സുകൾ PhD ലെവലിൽ കൊടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്കും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ജേർണലിസത്തിൽ AJK, MCRC ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും ടോപ്പ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 സ്ഥാപനം എന്ന് പറയാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള പ്രൊഡക്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. PG പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് PG പ്രോഗ്രാം 80 PG പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LLM കോഴ്സുകൾ, അതുപോലെ തന്നെ MA കമ്പാരിറ്റീവ് റിലീജിയൻ, ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, അപ്ലൈഡ് സൈക്കോളജി, അറബിക്, കൺവേർജൻറ്റ് ജേർണലിസത്തിൽ തന്നെ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എക്കണോമിക്സ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, ജെൻഡർ സ്റ്റഡീസ്, ഹിന്ദി, ഹിസ്റ്ററി, മാസ് മീഡിയ, പേർഷ്യൻ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ 80 കോഴ്സുകൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ MA കോഴ്സുകൾ, MSc കോഴ്സുകൾ, MBA പ്രോഗ്രാം, MCA പ്രോഗ്രാം, MEd പ്രോഗ്രാം വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ MPhil കോഴ്സുകൾ, MSc സ്പെഷ്യലൈസേഷൻസ്, MTech പ്രോഗ്രാമുകൾ. ഇപ്പോൾ സാധാരണഗതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പൊതുവെ ടെക്നിക്കൽ സ്വഭാവത്തിൽ വരുന്ന കോഴ്സുകൾ കുറവാണ്. MTech പ്രോഗ്രാമുകളും പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു ഡിപ്ലോമ പ്രോഗ്രാമുകൾ. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഡിപ്ലോമ സ്വഭാവത്തിലുള്ള പാർട്ട് ടൈം കോഴ്സുകൾ, 19 പാർട്ട് ടൈം കോഴ്സുകൾ, ഡിപ്ലോമ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡിപ്ലോമ ഇൻ ഇറ്റാലിയൻ, മോഡേൺ അറബിക് ലാംഗ്വേജ്, പേർഷ്യൻ, ഡിപ്ലോമ ഇൻ പോർച്ചുഗീസ്, റഷ്യൻ, സ്പാനിഷ്, തുർക്കമെനിസ്ഥാൻ, അതുപോലെ തന്നെ തുർക്കിഷ്, യുനാനി, ഫാർമസി, ഉസ്ബെക്ക്, ചൈനീസ് ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ. അഡ്വാൻസ് ഡിപ്ലോമയിൽ 11 കോഴ്സുകൾ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ 58 കോഴ്സുകൾ. ഇപ്പോൾ BA കോഴ്സുകളുണ്ട്, BA ഓണേഴ്സ് സ്പാനിഷ് ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകളുണ്ട്. BA LLB പ്രോഗ്രാം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കോഴ്സാണ്. ലോ പ്രോഗ്രാം ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ്. അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നും കാണാത്ത സ്വഭാവത്തിലുള്ള ചില കോഴ്സുകൾ. ഇപ്പോൾ BDS വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പൊതുവേ നമ്മൾക്ക് മെഡിക്കൽ കോളേജുകളിലൊക്കെ കാണാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ കാണാൻ പറ്റുന്ന കോഴ്സാണ് BDS പ്രോഗ്രാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, B.Ed പ്രോഗ്രാം, BFA പ്രോഗ്രാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ, ഈ പറയുന്ന പോലെ പാരാമെഡിക്കൽ സെക്ടറിലേക്ക് വരുന്ന സമയത്ത് പാരാമെഡിക്കലിൽ വരുന്ന കോഴ്സുകളുണ്ട്.
BSc ലൈബ്രറി സയൻസ്, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ്. അതുപോലെ തന്നെ എയറോനോട്ടിക്സ്, പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കാണാത്ത കോഴ്സാണ് എയറോനോട്ടിക്സ് എന്ന് പറയുന്നത്. എയറോനോട്ടിക്സ് ഉണ്ട്, ബയോടെക്നോളജി കാണാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് പ്രോഗ്രാമുകൾ, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി സയൻസസ്, നേരത്തെ പാരാമെഡിക്കലിൽ ഫിസിയോതെറാപ്പി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ കാണാം. BVoc കോഴ്സുകളുണ്ട്. ഇനി അതൊന്നും അല്ലാത്ത മറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഇറ്റാലിയൻ, ഫോറിൻ ലാംഗ്വേജസിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുണ്ട്. PG ഡിപ്ലോമ 19 പ്രോഗ്രാമുകൾ PG ഡിപ്ലോമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റ് സ്കൂൾ പ്രോഗ്രാംസ് ഒക്കെയാണ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ലെവലിലൊക്കെയുള്ള കോഴ്സുകളുണ്ട്. ഏതായിരുന്നാലും ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള കോഴ്സുകളാണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള കോഴ്സുകളാണെങ്കിലും PhD ലെവലിലുള്ള കോഴ്സുകളാണെങ്കിലും ജാമിയ മില്ലിയ ഇസ്ലാമിയ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് നടത്തുക. CUT PGയെ സംബന്ധിച്ചിടത്തോളം CUT PG മൊത്തത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള PG എൻട്രൻസ് എക്സാമിനേഷൻ, PG അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കോഴ്സാണെങ്കിൽ പോലും ജാമിയ മില്ലിയ ഇസ്ലാമിയ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ജാമിയ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. CUT UGയെ സംബന്ധിച്ച് CUT UGയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. PG കോഴ്സുകൾക്കുള്ള അഡ്മിഷന് ജാമിയ അവരുടെ തന്നെ എൻട്രൻസ് എക്സാമിനേഷന് കോൾ ഫോർ ചെയ്യായിരിക്കും ചെയ്യുക. മിക്കവാറും ഏത് മാസമാണെന്നുള്ളതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മാർച്ച് മാസത്തിന് ശേഷം മിക്കവാറും കോൾ ഫോർ ചെയ്യാൻ മതി. ജാമിയ അവരുടെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്യും, അവരുടെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും അവരുടേതായിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് ഉണ്ടാവുക. അത് PGയുടെ കേസ് ആണെങ്കിലും PhDയുടെ കേസ് ആണെങ്കിലും ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പം ജാമിയയുടേതായിട്ടുള്ള സിലബസ് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അക്കാഡമിക്സിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രോഗ്രാംസ്, കോഴ്സുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ സ്കൂൾ വൈസ്, സെൻറ്റർ വൈസ് കോഴ്സുകൾ, പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനു വേണ്ടി പ്രിപ്പറേഷൻ നടത്താം. സിലബസ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് ജാമിയയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ കോഴ്സുമായി ബന്ധപ്പെട്ട് എന്താണ് സിലബസ് കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കി, ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, അതിനനുസരിച്ച് പ്രിപ്പറേഷൻ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ജാമിയ മില്ലിയ ഇസ്ലാമിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിങ്ങൾക്ക് പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസും കൂടുതലായിട്ടുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ ലഭ്യമാവാൻ പെപ്പ് ലേണിംഗിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കുകയും ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.